മൈ യൂട്യൂബ് ചാനൽ. സോ ഗായ്സ്, എൻ്റെ അനിയത്തി മെല്ലെ മെല്ലെ നടന്ന് പതുങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് മേലെ പോകുന്നത് എന്തിനാണെന്നറിയോ? എൻ്റെ ബർത്ത്ഡേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണത്രേ. സോ അതിന് വേണ്ടിയിട്ട് എന്നോട് റീൽസ് എടുക്കാൻ പോവാ, ഓക്കെ റെഡി ആവുമെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ പെട്ടെന്ന് വന്നിട്ട് എൻ്റെ ബാക്കിൽ അമ്മു മേലെ പോവാ, നമുക്ക് റീൽസ് എടുക്കാൻ പറഞ്ഞു. ഇവൾ സാധാരണ എന്നെ വെച്ചിട്ട് ഇങ്ങനെ ഷൂട്ട് ചെയ്യാറൊന്നും ഇല്ല. സോ എനിക്ക് തോന്നി ഞാൻ എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ ഇങ്ങനെ ടെറസുമ്മ കയറുമായിരുന്നു. സോ കയറിയപ്പോഴാണ് ഓ മൈ ഗാഡ് എന്ന റിയാക്ഷൻ ആയിരുന്നു. കാരണം എന്തൊക്കെയോ സാധനങ്ങൾ ഇങ്ങനെ ടെറസുമ്മ ഇങ്ങനെ നീറ്റായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടാകും. ഞാൻ ചോദിച്ചു ഇതൊക്കെ എന്താടി ചോദിച്ചു. അപ്പോഴാണ് സർപ്രൈസാണ്, എടുത്ത് നോക്കുക പറഞ്ഞു. സോ ഫസ്റ്റ് എൻ്റെ ഫാൻ പോലെ ഒരു സംഭവമാണ് ഗൈസ് തന്നത്. സോ ഞാൻ ഇതിനെ എങ്ങനെ റിയാക്ട് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതെനിക്ക് വേണ്ട ഒരു സംഭവമാണ്. കാരണം വെയിൽ സമയത്തൊക്കെ ഇങ്ങനെ പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ കാറ്റൊക്കെ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുമല്ലോ. സോ ആ ഒരു സാധനം ഇതിന് യൂസ് ആവും. സോ നെക്സ്റ്റ് ചണ്ട കാണുമ്പോൾ ഞാൻ എന്തിനാണ് ഇതൊക്കെ എനിക്ക് തരുന്നതെന്നുള്ള ഒരു മുഖഭാവത്തിലായിരുന്നു ഞാൻ റിയാക്ട് ചെയ്തത്. സോ മൂന്നാമത്തതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കാരണം എനിക്ക് വേണ്ട ഒരു സംഭവമായിരുന്നു ഐലൈനറും ലിപ്സ്റ്റിക്കും കാര്യങ്ങളൊക്കെ. പിന്നെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ആൻഡ് ലാസ്റ്റ് മൈ ഫേവറേറ്റ് ടെഡി ബിയർ ആയിരുന്നു. ഓ മൈ ഗോഡ്, ടെഡി ബിയർ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ എൻ്റെ ഫേസിലൊക്കെ ബ്ലഷായി. ആൻഡ് ഞാൻ പിന്നെ അങ്ങോട്ട് എന്തെങ്കിലും സർപ്രൈസ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ മേലോട്ട് പോയപ്പോൾ ഇല്ല നീ താഴേക്ക് ഇത്രയ്ക്ക് തന്നെ സർപ്രൈസ് ഉള്ളൂ എനിക്ക് പറഞ്ഞിട്ട് ഓക്കെ എന്നാൽ ശരി കൊണ്ട് ഞാൻ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമായിരുന്നു. ആൻഡ് ഗായ്സ്, താഴോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ അമ്മ ഇങ്ങനെ എന്നെ എന്താ പറയുക സർപ്രൈസ് ചെയ്യിപ്പിച്ചു. കാരണം അമ്മയും ഗിഫ്റ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഒട്ടും പ്രതീക്ഷിച്ചില്ല. സോ ഇതെന്തായിരിക്കും ഇവിടെ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് ഗായ്സ്, ഫസ്റ്റ് ഗിഫ്റ്റ് വന്നിട്ട് അമ്മയുടെ വക എനിക്ക് ഇയറിങ്സ് ആയിരുന്നു. അടിപൊളി ഇയറിങ്സ് ആയിരുന്നു. ആ ഡ്രസ്സിന് മാച്ച് ആവുന്ന രീതിക്കാണ് ഇയറിങ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡ്രസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്നു ഗായ്സ്. കാരണം എൻ്റെ ഫേസിലോട്ടേക്ക് നന്നായി ചേരുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് രണ്ടുപേരുടെ അനുഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ പോയിട്ട് ഞാൻ ഡ്രസ്സ് മാറാൻ പോണ സമയത്ത് അനിയത്തി എനിക്ക് വേണ്ടിയിട്ട് ഓർഡർ ചെയ്ത് സ്പെഷ്യൽ ഗിഫ്റ്റുമായിട്ട് ഇങ്ങനെ ഒളിഞ്ഞ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. ഓ മൈ ഗോഡ്, ഞാൻ എന്താ പറയുക, ഞാൻ സർപ്രൈസിൽ ഞാൻ അങ്ങോട്ട് സ്പീച്ച്ലെസ് ആയി പോയി. ഞാൻ അങ്ങനെ വാങ്ങിച്ച് നിൽക്കുമ്പോഴാണ് ആൻഡ് ഞങ്ങൾ തുറക്കാൻ വേണ്ടി കുറച്ച് നേരം കഷ്ടപ്പെട്ടു. എന്നിട്ട് നോക്കിയപ്പോൾ ഒരു ഗെസ് ഉണ്ടായിരുന്നു, ഓക്കെ മേ ബി ഇത് ഫ്രെയിം ആയിരിക്കുമോ എന്ന്. കാരണം ഞാൻ കുറേ ആയിട്ട് ആഗ്രഹിക്കുന്നു എൻ്റെ അനിയത്തിൻ്റെ ഒരു ഫ്രെയിം ഞങ്ങൾ വാങ്ങിച്ചു വെക്കണം പറഞ്ഞിട്ട്. ആൻഡ് ഞാനിങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് നോക്കിയപ്പോൾ എനിക്ക് സന്തോഷമായി. കാരണം അത് ഫ്രെയിമായിരുന്നു. ആൻഡ് അതൊരു ലീഫ് ആർട്ടായിരുന്നു ഗൈസ്. ഓ മൈ ഗോഡ്, എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഫോട്ടോ വെച്ചിട്ടാണ് അവളിങ്ങനെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെ എക്സ്പ്രഷൻ ഇടണോ, ഞാനങ്ങനെ എക്സ്പ്രഷൻ അങ്ങനെ വാരിക്കോരി ആ സന്തോഷത്തിൽ ഞാനിങ്ങനെ ബ്ലഷായിട്ട് ഹാപ്പി ആയിട്ട് നിൽക്കുകയായിരുന്നു. എന്നിട്ട് ഞാൻ അവിടെ എനിക്ക് സങ്കടം എമോഷനും ഒക്കെ കൂടി വന്നു. ശരി ഓക്കെ, ഞാൻ കാണിച്ചു വെച്ചാൽ ശരിയാവില്ല, ആ ഒരു മൂഡ് എന്നെ മാറുമെന്ന് പറഞ്ഞിട്ട് ഞാൻ അനിയത്തിനെ വിളിച്ചിട്ട് അവൾക്ക് എൻ്റെ സ്നേഹത്തിൻ്റെ ഒരു ഇതിൽ ഞാനൊരു ഉമ്മയൊക്കെ കൊടുത്തു. ആൻഡ് അതിന് ശേഷം എൻ്റെ കേക്ക് കട്ടിങ് ആയിരുന്നു ഗൈസ്. നമ്മൾ ചെറിയൊരു കേക്കാണ് വാങ്ങിച്ചത്, റെഡ് വെൽവെറ്റിൻ്റെ. ആൻഡ് ഞാനത് അമ്മ എനിക്ക് ആദ്യം വാരി തന്നു. ആൻഡ് ഞാൻ അമ്മയ്ക്ക് വാരി കൊടുത്തു. ആൻഡ് അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് തന്നു. ആൻഡ് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ അനിയത്തിക്ക് കൊടുത്തത്. സോ ഞാൻ ചേച്ചിയുടെ ബർത്ത്ഡേ വരുന്നുണ്ടല്ലോ, എന്താ ചെയ്യാൻ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എനിക്ക് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ന്യൂ ഇയർ ഓഫർ ഉണ്ട്, ലീഫ് ആർട്ട് ചെയ്യുന്നതാണ്. ആ ഏട്ടനാണ് രാജേഷ് സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞ ഏട്ടൻ്റെ ഇതിൽ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. ഇതാണ് ഏട്ടൻ്റെ അക്കൗണ്ട്. സോ ഈ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കിയാൽ തന്നെ കുറേ ലീഫ് ആർട്ട് ഏട്ടൻ ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് ഓൾറെഡി മുമ്പ് പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തൊരു ചാനലാണ്. ഞാൻ എത്രയാണ് റേറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്നാണ് ന്യൂ ഇയറിൽ ഇങ്ങനൊരു ഓഫർ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നത്. ശരി ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് ഈ ഒരു ഗിഫ്റ്റ് വാങ്ങിച്ച് നോക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഡിസ്കസ് ചെയ്ത് അങ്ങനെ നമ്പർ വാങ്ങിച്ചിട്ടാണ് എനിക്ക് ആദ്യം അഡ്വാൻസ് പേ ചെയ്യാൻ പറഞ്ഞു. പേ ചെയ്തതിന് ശേഷം പിന്നെ ബാക്കി ഫുൾ പേയ്മെൻറ്റ് നിങ്ങൾ ഈ ഒരു ഫ്രെയിം ഫുൾ വർക്ക് ചെയ്തിട്ട് ഫോട്ടോ അയച്ചുതരാം, അത് കഴിഞ്ഞിട്ട് അയച്ചാൽ മതി എന്ന് പറഞ്ഞു. സോ എനിക്ക് ഫോട്ടോസ് അയച്ച് തന്നു. അതുപോലെ ഞാൻ സാറ്റിസ്ഫൈഡ് ആയി. പിന്നെ ഇവിടെ എത്തുന്ന വരയ്ക്ക് എനിക്ക് ഭയങ്കര ഒരു ടെൻഷനായിരുന്നു. അയ്യോ സംഭവം നമ്മൾ പേ ചെയ്തല്ലോ, കയ്യിൽ കിട്ടുമോ പറഞ്ഞിട്ട്. അതേപോലെ തന്നെ ഡിലേ ആവും തോറും എനിക്ക് ടെൻഷൻ ആവാൻ തുടങ്ങി, അയ്യോ എന്താ വരാത്തത് പറഞ്ഞിട്ട്. പക്ഷേ ഏട്ടൻ്റെ വർക്ക് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. സോ അവിടെ കൊറിയർ സർവീസുകാരാണ് നമുക്ക് തരാണ്ട് അവരവിടെ ലോഡ് കൂടിയെന്ന് പറഞ്ഞിട്ട് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. സോ ഇപ്പോൾ 2 ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു. പിന്നെ എൻ്റെ ക്ഷമ നഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ വിളിച്ച് ചോദിച്ചു പ്ലേസ് എവിടെയാണെന്ന് ചോദിച്ചിട്ട് ഞാനും അമ്മയും കൂടി പോയിട്ടാണ് കൊറിയർ സർവീസിൽ നിന്ന് ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. സോ അടിപൊളിയായിട്ട് ഏട്ടൻ ഫ്രെയിം വർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. സോ മറക്കാതെ നിങ്ങൾ ഏട്ടൻ്റെ പേജ് ഒന്ന് വിസിറ്റ് ചെയ്യണം. ഞാൻ പറ്റുമെങ്കിൽ ഈ ഒരു ലിങ്ക്, ഏട്ടൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഇൻസ്റ്റാ പേജ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. സോ നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഹേ ഗായ്സ്, എന്താ പറയാനുള്ളതൊക്കെ വീണ്ടും ഞാൻ പറഞ്ഞിട്ടുണ്ട്.
സോ അപ്പം അത്രേ ഉള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് അന്നൊരു ബർത്ത്ഡേ ദിവസം എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു തൊട്ട് തലേ ദിവസം വെള്ളിയാഴ്ച ആയിരുന്നു ബർത്ത്ഡേ. അപ്പോൾ ഞാൻ വ്യാഴാഴ്ചത്തേക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സംഭവമൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ബട്ട് കൊറിയർകാർ നമുക്ക് തരാനായിട്ട് ലേറ്റായി. അപ്പം തന്നെ ഞാൻ ഭയങ്കര ഡിസപ്പോയിൻ്റ് ആയി. പിന്നെ എനിക്ക് പ്ലാനൊക്കെ പോയി, കൈവിട്ട് പോയി. ശരി, ഇനിയിപ്പോൾ ഞാൻ അന്ന് കേക്ക് വാങ്ങിക്കാം, രാത്രി കറക്റ്റ് 12 മണിയാകുമ്പോൾ ടെറസിൽ കൊണ്ടുപോകുക, അങ്ങനെ മുറിക്കുക, അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ അവർ ഈ ഒരു ഗിഫ്റ്റ് ഞാൻ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ ചള്ളിപ്പള്ളി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് ആദ്യം ഡിസപ്പോയിൻ്റ് ചെയ്തിട്ട് പിന്നെ ഒന്ന് ഹാപ്പി ആക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി ഇതിനെക്കാട്ടി വണ്ടർഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ ഇത്രയും ദിവസം കുഴപ്പമില്ല, ഞാൻ എന്നെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ചെയ്തു. സോ എന്താ പറയുക, എനിക്ക് വയ്യ. താങ്ക് യു സോ മച്ച്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. സോ ഗൈസ്, ഈ ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്, നമുക്ക് 50K ഫാമിലി ആയിട്ടുണ്ട്. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 0ന്ന് നമ്മൾ ഒരു 6 മാസമായില്ല ഏകദേശം നമ്മൾ കഴിഞ്ഞു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. സോ ഒരു 50K ഫാമിലി വരിക. സോ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കാണുക, സോ അഭിപ്രായം പറയുക, നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര വലിയ കാര്യമാണ്. സോ എനിക്ക് താങ്ക് യു. നിങ്ങൾ ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക. ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സോ യെസ് ഗൈസ്, അത്രേ പറയാനുള്ളൂ. ലവ് യു ഓൾ. സോ എല്ലാവരുടെയും സ്നേഹം ഞങ്ങൾക്ക് ഉടനീളം ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊള്ളുന്നു. സോ ബൈ ബൈ. ഓക്കെ ഗൈസ്, ബൈ.